ഹായ് ഗായ്സ്, എയർ ക്രിയേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നലെ ചെയ്തിരുന്ന നക്ഷത്രത്തിൻ്റെ രണ്ടാം ഭാഗമാണ് ചെയ്യുന്നത്. അതായത് പാർട്ട് 2 ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിന്ന് രണ്ടാമത്തെ ലെയറാണ് ഇന്ന് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കുറച്ച് ഞാൻ കാലത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളിപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നത് അതായത് നമ്മൾ ഇങ്ങനെ വടി വെച്ചിട്ട് ഏകദേശം ഒരു കാലിലെ ഡിസൈൻസ് നമ്മളിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ മാല ഇങ്ങനെ വെച്ച് പോവുകയാണ് ചെയ്യുന്നത്. ഏകദേശം നമുക്കിപ്പോൾ 15 മാല നമുക്ക് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇനി എത്ര മാല എടുക്കേണ്ടി വരുന്ന അറിയില്ല. 25 മാലയുടെ ഉള്ളിൽ നമുക്ക് തീർക്കണമെന്നാണ്. ബാക്കി മാല ഇവിടെ എടുക്കേണ്ടതിൻ്റെ ഇത് ഏകദേശം നമുക്ക് ഈ കാലും കൂടിയും കവറാകുമെന്ന് വിചാരിക്കുന്നു. ഇനി ഇവിടെ നമുക്കൊരു ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. ഇത് ഇവിടെയാണ് വരേണ്ടത്. നമുക്കത് കുറച്ച് ഇങ്ങോട്ട് പോയി നമുക്കിങ്ങനെ ഇവിടെ സെറ്റ് ചെയ്ത് ഇങ്ങനെ വെക്കണം. ഒന്ന് ശരിയാക്കാണ്ട്. അപ്പോൾ രണ്ടാമത്തെ ലെയർ നമുക്കിത് ഈ ഒരു 2 കാലിന് ചെയ്യാൻ നമുക്ക് ഏകദേശം 1.5 മണിക്കൂറിന് മുകളിൽ സമയം പിടിച്ചിട്ടുണ്ട്. അത് കാരണം നമുക്ക് മുഴുവനായിട്ടൊന്നും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് പാർട്ട് 3 ഇറക്കേണ്ടി വരും. അപ്പോൾ അത് നോക്കാം അതെങ്ങനെയാണ് നമുക്ക് ചെയ്യണേന്ന്. അപ്പോൾ നമ്മുടെ പാർട്ട് 2വിൻ്റെ പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ 2 ലെയർ വെച്ചിട്ടുണ്ട്. ഇനി പാർട്ട് 3യും കൂടി നമ്മൾ എന്തായാലും എടുക്കും. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇതിൻ്റെ ചേസിങ് എഫക്റ്റ് നമ്മളിപ്പോൾ കൊടുക്കാൻ പോകുന്നത് ഇത് നമുക്ക് ലെഫ്റ്റിൽ പോകുമ്പോൾ ഇത് നമുക്ക് റൈറ്റിൽ പോകണം. അത് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും നമ്മളിതിൻ്റെ കൊടുക്കുന്നത്. അപ്പോഴാണ് ഇതിൻ്റെ ഒരു ഭംഗി കിട്ടുക. അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മളൊരു 20 മാല നമ്മൾ മൊത്തം ഉപയോഗിച്ചിട്ടുണ്ട്. ബാക്കി 10 മാല ബാക്കി കുറച്ച് ഭാഗമാണ് ഇപ്പോൾ ഇത്ര നമുക്ക് വന്നുള്ളൂ. ബാക്കി മാലയുണ്ട്. അപ്പോൾ ഇത് വെച്ച് നമ്മൾ ഇതിൻ്റെ സെൻറ്ററിൽ എന്തെങ്കിലും ഒരു ഡിസൈൻസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കറക്റ്റ് 5 ലെയർ ഉണ്ടാക്കിയിരുന്നു. ഇപ്പോൾ ഇത് 5 ലെയർ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് മാല കുറച്ച് ചിലവുണ്ട്. അത് മാത്രമല്ല നമ്മളിപ്പോൾ ഇതുമ്പോൾ ഇങ്ങനെ വേറെ വടിയൊക്കെ വെച്ചിട്ടാണ് ഒരു ലെയർ ഇങ്ങനെ ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനുള്ളൊരു ബുദ്ധിമുട്ടുമുണ്ട്. ഒരു ലെയറും കൂടി വേണമെങ്കിൽ ഒപ്പിക്കായിരുന്നു. പക്ഷെ നമുക്ക് അതിനുള്ളൊരു ബുദ്ധിമുട്ടാണ്. കാരണം വേറൊരു ലെയറൊക്കെ വെച്ചുണ്ടാക്കണം. നമുക്ക് എന്തായാലും ഇതിൻ്റെ കണക്ഷനൊക്കെ കൊടുത്ത് നോക്കി നോക്കാം. കണക്ഷൻ കൊടുത്ത് നമുക്ക് ചേസറിൽ വയ്ക്കുമ്പോൾ എന്തായിരിക്കും കാണാൻ എങ്ങനെയായിരിക്കും എന്നൊന്നും അറിയില്ല. അപ്പോൾ എന്തായാലും ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ കണക്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല രസമായിട്ട് കത്തുന്നുണ്ട്. പക്ഷേ നമുക്കിതിൽ ചില ബൾബുകൾ ഇപ്പോഴും കത്തുന്നില്ല. സമയം വൈകുന്നേരമായി. അപ്പോൾ നമുക്കിപ്പോൾ കണക്ഷൻ കൊടുക്കാൻ കണ്ണൊക്കെ കാണാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ നമുക്കിനി നാളെയാണ് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. കുറച്ച് മാലയൊക്കെ നമുക്ക് താഴെ ഇങ്ങനെ വീണ് കിടക്കുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് അത്യാവശ്യം നല്ലൊരു ഡിസൈൻ കിട്ടുന്നുണ്ട്. എന്തായാലും നമുക്ക് നാളെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ ഫുൾ സെറ്റപ്പ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം അതെങ്ങനെയുണ്ട് കാണാനൊക്കെ. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നമുക്കിപ്പോൾ 20 മാല നമുക്കിപ്പോൾ മൊത്തം ചിലവായിട്ടുണ്ട്. ഇനി ഒരു 5 മാലയും കൂടി നമ്മളിതിൽ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. നമ്മളെന്തെങ്കിലും നാളത്തെ വീഡിയോ നമുക്ക് നോക്കാം. നാളെ നമ്മൾ നക്ഷത്രത്തിൻ്റെ പാർട്ട് 3 ആവും. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്. വേറെ ഡിസൈൻസൊക്കെ ഇങ്ങനെ കിട്ടുന്നുണ്ട്. ഇതെല്ലാം നോക്കി നോക്കാം.